ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലസിംഗിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്ലാന്റാണ്. നമ്മളെല്ലാവരും ഈ പ്ലാന്റിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ പേരറിയണമെന്നില്ല. ഞാനതിന്റെ പേരൊന്ന് പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പേര് കേട്ടാൽ മനസ്സിലാവോ എന്ന് നോക്കാം. അസിസ്റ്റേഷ്യ ഗാൻജറ്റിക്ക. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലായിരിക്കും അല്ലേ? ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിമാണ്. ഇനി നമ്മൾ മലയാളികൾക്ക് അറിയാവുന്ന കുറച്ച് പേരുകൾ കൂടി പറയാം. വേലിപ്പടക്കം, തുപ്പല് തൊട്ടി, ഉപ്പുതാളി എന്നൊക്കെയാണ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ പേരൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഈ പ്ലാന്റിനെ ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും കാണുന്ന ഒരു പ്ലാന്റാണ്. എവിടെയാണ് കാണുന്നതെന്നല്ലേ? നമ്മുടെ പറമ്പിലും വേലിയിലും വേലിപ്പടർപ്പിലും ഒക്കെ ഈ പ്ലാന്റിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിനെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതെന്താണെന്ന് നമുക്കറിയണ്ടേ? അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് പ്ലാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ അസിസ്റ്റേഷ്യ ഗാൻജറ്റിക്ക എന്ന് പറയുന്ന പ്ലാന്റ്. ബൊട്ടാണിക്കൽ നെയിമാണ് അസിസ്റ്റേഷ്യ ഗാൻജറ്റിക്ക എന്ന് പറഞ്ഞു. അല്ലാതെ ഇതിനെ വിളിക്കുന്നത് ചൈനീസ് വയലറ്റ് വെരിഗേറ്റഡ് പ്ലാന്റ് എന്നാണ്. ചൈനീസ് വയലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ഒത്തിരി തരത്തിലുണ്ട്. നമ്മൾ പല തരത്തിലുള്ള ചൈനീസ് വയലറ്റുകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വേലിപ്പറമ്പിലൊക്കെ പലതരത്തിലുള്ള ചൈനീസ് വയലറ്റുകൾ കാണാനുണ്ട്. അതായത് ക്രീം കളറിലുള്ള പൂ പിടിക്കുന്നതും വയലറ്റ് കളറിലുള്ള പൂ പിടിക്കുന്നതും വയലറ്റും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള കളറിൽ പൂ പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചൈനീസ് വയലറ്റുകളുണ്ട്. അതൊന്നും തന്നെ ഇതുപോലെ ലീഫ് വെരിഗേഷനോട് കൂടിയവയല്ല. ഇത് ചൈനീസ് വയലറ്റ് തന്നെയാണ്. ചൈനീസ് വയലറ്റ് വെരിഗേറ്റഡ് എന്നാണ് ഇതിന് സാധാരണയായിട്ട് വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഇതിൽ നല്ല മനോഹരമായ വയലറ്റ് കളറിലെ പൂക്കളും ഉണ്ടാകാറുണ്ട്. ഇതുപോലെ നിറയെ വയലറ്റ് വെള്ളയും കൂടെ കലർന്ന നിറത്തിലുള്ള പൂക്കൾ ഇതിൽ ഉണ്ടാകാറുണ്ട്. നല്ല അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് വേണമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെരിഗേഷൻസ് ഒന്ന് നല്ല ഭംഗിയിൽ ലീഫോട് കൂടി നിൽക്കും. ഇതിനെ നമുക്ക് പ്രൂൺ ചെയ്ത് ഇതുപോലെ ചട്ടിയിൽ ചെറുതാക്കി വളർത്താം. അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയാൽ ഇത് ആ സപ്പോർട്ടിൽ കയറി പിടിച്ചും വളരും. അങ്ങനെ ഇത് വള്ളിച്ചെടിയായിട്ടും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. കെയർ ഒട്ടും തന്നെ വേണ്ടാത്തൊരു ചെടിയാണെന്ന് പറഞ്ഞു. പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഈ ഒരു കുഞ്ഞ് കട്ടിങ് ഇതുപോലെ ഒന്ന് പിച്ചെടുക്കുന്നത് ഈ ഒരു കട്ടിങ് തന്നെ മതി. ഇത് പുതുതായിട്ട് പിടിച്ചു കിട്ടാൻ ഇതിനെ നിലത്ത് കൊണ്ട് കളഞ്ഞാലും മതി. ഇത് അവിടെ കിടന്ന് പിടിച്ചോളും. അത്ര സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇനി നമ്മൾ ഇതുപോലെ മുറിച്ചു കൊണ്ട് കളഞ്ഞാൽ നമ്മൾ അതിനെ പ്രൂൺ ചെയ്തില്ലെങ്കിൽ ആ സ്ഥലം മൊത്തം ഇത് പടർന്നു പിടിക്കുകയും ചെയ്യും. നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് എന്ന് കരുതി ഓവർ വാട്ടറിങ് ആയാലും ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകും. നമ്മൾ യാതൊരുവിധ കെയറിങ്ങും കൊടുക്കണ്ട എന്നും പറഞ്ഞു. പിന്നെ ഇതിന് ബ്രൈറ്റ് ലൈറ്റ് വേണം. ബ്രൈറ്റ് ലൈറ്റ് ഇല്ല എങ്കിൽ ഈ ഒരു വെരിഗേഷൻസ് ഇല്ലാതെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലോട്ട് മാറും ഇതിൻ്റെ ലീഫുകൾ. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ ബുഷിയായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല ഭംഗിയിൽ കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ വളർത്താം. ഇനി പടർത്തി വളർത്തുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും വളർത്താം. പിന്നെ പൂക്കളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതിനെ അത്യാവശ്യം ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ അങ്ങനെ ഒരുപാട് ഉണ്ടാകാറുള്ളൂ. അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഒരുപാട് വേണമെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ഉള്ളൊരു സ്ഥലത്ത് തന്നെ വയ്ക്കണം. ഇതിനെ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പ്രൂൺ ചെയ്ത് കിട്ടുന്ന സ്റ്റെമ്മുകൾ നമ്മൾ വലിച്ചെറിയരുത്. വലിച്ചെറിഞ്ഞാൽ ഏതവസ്ഥയിലാകുമെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രൂൺ ചെയ്ത് ഇവിടെ വെറുതെ കൊണ്ട് കളഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഈ പ്രദേശം മൊത്തത്തിൽ ഇതാ പടർന്ന് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ആവാതിരിക്കാൻ നമ്മളിതിനെ നന്നായിട്ട് വെട്ടിയൊതുക്കി ചട്ടിയിലൊതുക്കി വളർത്താം. തറയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ പണിയാവും എന്ന് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇതുപോലെ നോഡുകൾ ഉണ്ടാകാറുണ്ട്. ഇതാണ്ട് ഇതുപോലെ ഈ ഓരോ നോഡിലും റൂട്ട്സുകളും ഉണ്ടാകും. നമ്മുടെ മണി പ്ലാന്റിനെയൊക്കെ പോലെ റൂട്ട്സുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല എങ്കിൽ നമുക്ക് മുകൾ ഭാഗം കട്ട് ചെയ്യും. ഏതൊരു ഭാഗം കട്ട് ചെയ്തായാലും നമുക്ക് എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ചൈനീസ് വയലറ്റ് എന്നുള്ള വെരിഗേറ്റഡ്, അതായത് ചൈനീസ് വയലറ്റ് വെരിഗേറ്റഡ് എന്നുള്ള ഈ ഒരു പ്ലാന്റ്. കണ്ടില്ലേ? ഇങ്ങനെ നിറയെ പ്ലാന്റാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ കിട്ടും. വളരെ പെട്ടെന്ന് വളർന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വളർത്താനും പറ്റിയ ഒരു പ്ലാന്റാണ് ഇത്. ഇതിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇതിൽ വിത്തുകൾ ഉണ്ടാകാറുണ്ട്. ആ വിത്തുകൾ നനഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പടക്കം പോലെ പൊട്ടും. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇതിൻ്റെ ആ വിത്തുകൾ പറിച്ചിട്ട് വായിൽ വെച്ച് ഉമിനീര് അതിൽ പറ്റിക്കുകയാണെങ്കിൽ അത് പടക്കം പോലെ പൊട്ടും. അതുകൊണ്ടാണ് ഇതിന് തുപ്പല് തൊട്ടി എന്ന് വിളിക്കുന്നത്. അതുപോലെ വേലിപ്പടക്കം എന്നും പേര് ഈ ഒരു പ്ലാന്റിനുണ്ട്.
അപ്പോൾ കുട്ടികളെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ വിത്ത് ഇങ്ങനെ പടക്കം പോലെ പൊട്ടുന്നത് കൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ഈ പ്ലാന്റിനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം ഉള്ളത്. അപ്പോൾ ചൈനീസ് വയലറ്റ് വെരിഗേറ്റഡ് എന്ന പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിറ്റി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.